CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ SBT ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്. കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൊടിക്കുത്തിമല ഇക്കോ ടൂറിസം പദ്ധതി പ്രദേശത്ത് നിർമ്മിച്ച വ്യൂ ടവർ റോഡ് ഉദ്ഘാടനം ചെയ്തു. MLA നജീബ് കാന്തപുരത്തിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ ചിലവഴിച്ചാണ് റോഡ് നിർമ്മിച്ചത്. ഓണത്തോടനുബന്ധിച്ച് പെരിന്തൽമണ്ണ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും ശക്തമായ പോലീസ് പരിശോധന ഏർപ്പെടുത്തിയതായി പെരിന്തൽമണ്ണ DYSP സാജു K എബ്രഹാം. പൊതുയിടങ്ങളിൽ അനധികൃതമായ വാഹന പാർക്കിംഗ് അനുവദിക്കില്ല. കാണം വിറ്റും ഓണം ഉണ്ണാൻ മലയാളികൾ ഉത്രാടപ്പാച്ചിലേക്ക്. കാർഷിക സമൃദ്ധിയുടെ ഒളിമങ്ങാത്ത ഓർമ്മകളുമായി എത്തുന്ന ഓണനാളുകളിലെ സവിശേഷ ദിനമാണ് ഉത്രാടം. ഓരോ ഉത്രാടനാളും മലയാളികൾക്ക് സമ്മാനിക്കുന്നത് വ്യത്യസ്തമായ ആഘോഷത്തിന്റെ ഓണമാണ്. കാണം വിറ്റും ഓണം ഉണ്ണാൻ മലയാളികൾ ഉത്രാടപ്പാച്ചിലേക്ക്. കാർഷിക സമൃദ്ധിയുടെ ഒളിമങ്ങാത്ത ഓർമ്മകളുമായി എത്തുന്ന ഓണനാളുകളിലെ സവിശേഷ ദിനമാണ് ഉത്രാടം. ഓരോ ഉത്രാടനാളും മലയാളികൾക്ക് സമ്മാനിക്കുന്നത് വ്യത്യസ്തമായ ആഘോഷത്തിന്റെ ഓണമാണ്. മലയാളികളുടെ ദേശീയ ഉത്സവമാണ് ഓണം. ജാതിമത ഭേദമന്യേ എല്ലാ മലയാളികളും ആഘോഷിക്കുന്ന തിരുവോണത്തിന് ഇനി മണിക്കൂറുകളേ ഉള്ളൂ. കാണം വിറ്റും ഓണമുണ്ണണമെന്നാണ് പഴമക്കാർ പറയാറുള്ളത്. അതിനെ അന്വർത്ഥമാക്കുന്ന തരത്തിൽ ഉത്രാട ദിനത്തിൽ മലയാളികൾ ഓട്ടത്തിലായിരിക്കും. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഉത്രാടപ്പാച്ചിൽ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഉത്രാട ദിനത്തിലെ ഓണത്തിനെ ഒന്നാം ഓണം എന്നും വിളിക്കാറുണ്ട്. ഒന്നാം ഓണത്തെ കുട്ടികളുടെ ഓണമെന്നും പറയും. മുതിർന്നവർ തിരുവോണം കെങ്കേമമാക്കാൻ ഓടി നടക്കുമ്പോൾ കുട്ടികൾ വീട്ടിലിരുന്ന് ആഘോഷിക്കും. തിരുവോണം ആഘോഷിക്കാൻ വേണ്ട സാധനങ്ങളെല്ലാം ഉത്രാട ദിനത്തിലാണ് വാങ്ങിക്കുന്നത്. കൂടാതെ സദ്യയിലേക്ക് വേണ്ട ചില വിഭവങ്ങളും ഉത്രാട ദിനത്തിൽ രാത്രിയിൽ തന്നെ തയ്യാറാക്കി വെക്കും. ഉപ്പേരി, പുളിയിഞ്ചി, വിവിധ തരം അച്ചാറുകൾ എന്നിവയുടെ നിർമ്മാണവും പൂർത്തിയാക്കുന്നതും ഉത്രാട ദിനത്തിലാണ്. ആയിരക്കണക്കിന് കാഴ്ചക്കുലകൾ ഭക്തർ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നതും ഉത്രാട ദിനത്തിലാണ്. അത്തം തുടങ്ങി 9-ാം നാൾ വരുന്ന ഉത്രാട രാത്രി വെളുത്തു കഴിഞ്ഞാൽ തിരുവോണത്തെ വരവേൽക്കാൻ മലയാളി ഒരുങ്ങും. ന്യൂസ് ഡെസ്ക് CCN. ഓണത്തോടനുബന്ധിച്ച് പെരിന്തൽമണ്ണ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും ശക്തമായ പോലീസ് പരിശോധന ഏർപ്പെടുത്തിയതായി പെരിന്തൽമണ്ണ DYSP സാജു K എബ്രഹാം. പൊതുയിടങ്ങളിൽ അനധികൃതമായ വാഹന പാർക്കിംഗ് അനുവദിക്കില്ല. ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, മാർക്കറ്റുകൾ, മറ്റ് പൊതുയിടങ്ങൾ എന്നിവിടങ്ങളിൽ നിരീക്ഷണം നടത്തുന്നതിന് അതാത് SHOമാരുടെ നേതൃത്വത്തിൽ പോലീസുകാരെ വിന്യസിക്കും. മാളുകൾ, ടൂറിസം കേന്ദ്രങ്ങൾ, ബസ് സ്റ്റാൻഡുകൾ എന്നിവ കേന്ദ്രീകരിച്ച് സ്ത്രീ സുരക്ഷയ്ക്കായി വനിതാ പോലീസിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രത്യേകം മഫ്തി പോലീസിനെയും കൂടുതലായി നിയോഗിക്കും. പൊതുയിടങ്ങളിൽ അനധികൃതമായ വാഹന പാർക്കിംഗ് അനുവദിക്കുന്നതല്ല. പോക്കറ്റടിയും മോഷണവും അതിക്രമങ്ങളും തടയാൻ മഫ്തിയിലും പോലീസ് നിരത്തിലുണ്ടാവും. തിരക്ക് കൂടുതലായി അനുഭവപ്പെടുന്ന ഭാഗങ്ങളിൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കും. ജീപ്പ് പട്രോളിംഗ് കൂടാതെ ഫുഡ് പട്രോളിംഗ്, ബൈക്ക് പട്രോളിംഗ് എന്നിവയും ഉണ്ടാകും. ലഹരി ഉപയോഗിച്ച് വാഹനങ്ങൾ ഓടിക്കുന്നത് കണ്ടെത്താൻ പ്രത്യേക പരിശോധന ഏർപ്പെടുത്തും. മദ്യം, ലഹരി വസ്തുക്കൾ എന്നിവ മറ്റു ജില്ലകളിൽ നിന്നും എത്തുന്നത് തടയുന്നതിനായി ജില്ലാ അതിർത്തികൾ കേന്ദ്രീകരിച്ച് കർശന വാഹന പരിശോധന ഏർപ്പെടുത്തും. മുൻപ് ലഹരി വസ്തു കേസുകളിൽ ഉൾപ്പെട്ടവരെയും ഓരോ സ്റ്റേഷനുകളിലെയും ആന്റി സോഷ്യൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട ക്രിമിനലുകളെയും പ്രത്യേകം നിരീക്ഷിക്കുവാൻ സ്റ്റേഷനുകൾക്ക് നിർദ്ദേശം നൽകിയതായും DYSP പറഞ്ഞു. CCN പെരിന്തൽമണ്ണ. ചെർപ്പുളശ്ശേരി നന്മ സാംസ്കാരിക കേന്ദ്രം ആൻഡ് ലൈബ്രറി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 2 ലക്ഷം രൂപ കൈമാറി. തുക MLA P മമ്മിക്കുട്ടി ഏറ്റുവാങ്ങി. ഇവിടെയുള്ള ഏത് തരത്തിലുള്ള സാമൂഹ്യ ചലനങ്ങളിലും ശരിയായ രൂപത്തിലുള്ള നിലപാടുകൾ, സമീപനങ്ങൾ സ്വീകരിച്ച് നാട്ടിലെ ജനങ്ങളെ ഐക്യപ്പെടുത്തിക്കൊണ്ട് നമ്മൾക്കിടയിലെ വിധ്വംസക ശക്തികൾക്ക് കടന്നു കയറാൻ അവസരം നൽകാതെ ഒരു മതേതര രാഷ്ട്രത്തിന്റെ ഭരണഘടന അംഗീകരിക്കുന്ന നാട്ടുകാരായ നമ്മൾ, ജനങ്ങളായ നമ്മൾ ആ മതനിരപേക്ഷതയും മതേതരത്വവും ആ ഭരണഘടനയും സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ മുന്നിട്ടുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ സർവതോമുഖമായുള്ള പ്രവർത്തനങ്ങളിൽ അവർ പങ്കാളിയാകുന്നത്.
നന്മ സ്പോർട്സ് അക്കാദമിയുടെ ഈ വർഷത്തെ പരിശീലന പരിപാടി MLA പി മമ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. കെ ബാലകൃഷ്ണൻ അധ്യക്ഷനായി. 1974-75 ഹൈസ്കൂൾ ബാച്ചിന്റെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ഫണ്ടും MLAക്ക് കൈമാറി. മുഹമ്മദ് അലി മാട്ടര, AM ബഷീർ, സുമയ്യ അഷറഫ്, ഡോക്ടർ NK സലീം, NK സാദിഖ് അലി എന്നിവർ പങ്കെടുത്തു. CCN ചെറുപ്പുളശ്ശേരി. കൊടിക്കുത്തിമല ഇക്കോ ടൂറിസം പദ്ധതി പ്രദേശത്ത് നിർമ്മിച്ച വ്യൂ ടവർ റോഡ് ഉദ്ഘാടനം ചെയ്തു. MLA നജീബ് കാന്തപുരത്തിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ ചിലവഴിച്ചാണ് റോഡ് നിർമ്മിച്ചത്. കൊടിക്കുത്തിമല വനസംരക്ഷണ സമിതി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രകൃതി സംരക്ഷണ സന്ദേശം വിവിധ പരിപാടികളിലൂടെ ജനങ്ങളിലെത്തിക്കാൻ യോഗം തീരുമാനിച്ചു. പരിപാടി നജീബ് കാന്തപുരം ഫ്ലാഗ് ഓഫ് ചെയ്തു. ഏറെ അഭിമാനത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. 3 വർഷം മുമ്പ് ഇവിടെ വന്ന ഒരാൾ ഇപ്പോൾ ഈ കൊടികുത്തിമല എക്കോ സെന്റർ കാണുകയാണെങ്കിൽ തീർച്ചയായും അത്ഭുതപ്പെടാവുന്ന തരത്തിലേക്ക് ഒരു മാറ്റം നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. വളരെ ശ്രമകരമായ, വളരെ കൂട്ടായ പരിശ്രമങ്ങൾ കൊണ്ട് തന്നെയാണ് മലപ്പുറത്തിന് തന്നെ ഒരു തിലകക്കുറിയായി മാറിയിട്ടുള്ള ഈ എക്കോ ടൂറിസം കേന്ദ്രം ഇത്തരത്തിൽ മാറിയത്. ഇത് സ്വാഭാവിക മാറ്റം ഉണ്ടായതല്ല, ചവിട്ടി തുറന്ന മാറ്റം ഉണ്ടാക്കിയത് തന്നെയാണ് എന്ന് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം കോവിഡിന്റെ കാരണം പറഞ്ഞ് 2-3 വർഷം അടച്ചിട്ട ഈ സ്ഥാപനം, ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴാണ് ആദ്യമായി കൊടികുത്തിമല ഒരു രാഷ്ട്രീയ പ്രശ്നമായി ഉയരുന്നത്. അന്ന് ഇവിടുത്തെ ചെറുപ്പക്കാർ മുഴുവനും ആവശ്യപ്പെട്ട തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തിയ ഒരു കാര്യമായിരുന്നു കൊടികുത്തിമല തുറക്കണം എന്നുള്ളത്, സഞ്ചാരികൾക്ക് തുറക്കണം എന്നുള്ളത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോഫിയ അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ, നിലമ്പൂർ സൗത്ത് ഡിവിഷൻ DFO G ധനിക് ലാൽ, ബ്ലോക്ക് മെമ്പർ പ്രബീണ ഹബീബ്, കാളികാവ് റേഞ്ച് ഓഫീസർ P രാജീവ് തുടങ്ങിയവർ പങ്കെടുത്തു. പരിപാടിയിൽ VSS മെമ്പർമാരായ EK ഹാരിസ്, PK നൌഷാദ്, OK അലി, KT ബഷീർ, AK നാസർ, VSS സെക്രട്ടറി അരുൺദാസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. CCN പെരിന്തൽമണ്ണ. വയനാടിനെ കൈപിടിച്ചുയർത്താൻ ബിരിയാണി ചലഞ്ചുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. അലനല്ലൂർ മണ്ഡലം കമ്മിറ്റിക്ക് കീഴിലെ യൂത്ത് കെയറിന്റെ നേതൃത്വത്തിലാണ് ചലഞ്ച് സംഘടിപ്പിച്ചത്. വയനാട്ടിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി 30 വീടുകൾ നിർമ്മിച്ചു നൽകുന്ന റീബിൽഡ് വയനാട് എന്ന പദ്ധതിയിലേക്ക് പണം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത്. ഏകദേശം 2000-ലധികം ഓർഡറുകൾ ലഭിച്ചു. ഇതിൽ നിന്നും സമാഹരിക്കുന്ന പണം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറും. കൂടാതെ ആകാശപ്പറവയിലെ അന്തേവാസികൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൈമാറി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം വയനാട് ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് 30 വീടുകൾ യൂത്ത് കോൺഗ്രസ് നിർമ്മിച്ചു നൽകുന്നതിൻ്റെ ഭാഗമായി അലനല്ലൂർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി സിനാൻ തങ്ങളുടെയും മറ്റ് വസീം ഉരേക്കണ്ണി തുടങ്ങിയ നേതാക്കളുടെ നേതൃത്വത്തിൽ ഇന്ന് ബിരിയാണി ചാലഞ്ച് നടക്കുകയാണ്. ഈ ബിരിയാണി ചാലഞ്ച് വളരെ വിജയകരമായി നടത്താൻ യൂത്ത് കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്ന് കിട്ടുന്ന മുഴുവൻ പൈസയും അത് വയനാട് ദുരന്തത്തിലേക്ക് ആ 30 വീട് നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടി സംസ്ഥാന കമ്മിറ്റിയെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു എന്നാണ്. അതെന്തായാലും വളരെ സന്തോഷമുണ്ട്. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സിനാൻ തങ്ങൾ അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് നേതാവ് ഗിരീഷ് ഗുപ്ത മുഖ്യാതിഥിയായി. കോൺഗ്രസ് നേതാക്കളായ ഹബീബുള്ള അൻസാരി, മുസ്തഫ, രാധാകൃഷ്ണൻ, അനിത, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ഹമീദ്, അഫ്സൽ, ഷമീം, റഫീഖ്, വസീം, ബാവ എന്നിവർ നേതൃത്വം നൽകി. CCN ചത്തല്ലൂർ. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് നെല്ലായ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പന്തം കൊളുത്തി പ്രകടനം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി ബിജു ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KMK ബാബു, നവാസ് പൊട്ടച്ചിറ, ഹനീഫ, മൻസൂർ ഇംപാനു, ആലിക്കുട്ടി, ഉസ്മാൻ, കുമാരൻ, യാസിർ എന്നിവർ സംസാരിച്ചു. CCN ചെറുപ്പുളശ്ശേരി. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളുടെ മക്കൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ശ്രീകൃഷ്ണപുരം ഡിവിഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം K ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. കോവിഡാനന്തര കാലത്ത് ഏറ്റവും അധികം ജീവിതത്തെ പ്രതികൂലമായി ബാധിച്ചത് ഓട്ടോറിക്ഷ മേഖലയിലാണ്. ഒന്നാമത് ആ കാലത്താണ് ഏറ്റവും അധികം
ഇരുചക്ര വാഹനങ്ങളുടെയൊക്കെ വലിയ വരവ് വന്നത്. അതിന്റെ എല്ലാ ഭാഗമായി എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോണുകൾ ലഭ്യമായപ്പോൾ നമ്മളൊക്കെ നേരത്തെ ഫോൺ ചെയ്യാനെല്ലാം ഉപയോഗിച്ചിരുന്ന STD ബൂത്തിൽ വന്നപ്പോൾ ഒരു പ്രതിസന്ധികൾ അത് പതുക്കെ പതുക്കെ നമ്മുടെ ഓട്ടോറിക്ഷ മേഖലയിലേക്കും വന്നു തുടങ്ങിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലാകെ 722 പേർക്കാണ് വിതരണം ചെയ്തത്. ശ്രീകൃഷ്ണപുരം ഡിവിഷൻ കമ്മിറ്റിക്ക് കീഴിൽ 82 എണ്ണമാണ് വിതരണം ചെയ്തത്. ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ CITU ശ്രീകൃഷ്ണപുരം ഡിവിഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം K. ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ പ്രസിഡന്റ് M. മോഹനൻ അധ്യക്ഷനായിരുന്നു. വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയലക്ഷ്മി മുഖ്യാതിഥിയായി. ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ സതീഷ് കുമാർ, AR വേണുഗോപാലൻ എന്നിവർ സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റുമായി UGS ഗ്രൂപ്പ്. മണ്ണാർക്കാട് നെല്ലിപ്പുഴയിൽ ആരംഭിക്കുന്ന ഹോട്ടൽ പാലാട്ട് റെസിഡൻസിയുടെ ഉദ്ഘാടനം നടി ഭാവന സെപ്റ്റംബർ 14 രാവിലെ 11 മണിക്ക് നിർവഹിക്കും. പാലാട്ട് റെസിഡൻസിന്റെ ഭാഗമായി ഷെഫ് പാലാട്ട് എന്ന പേരിൽ മൾട്ടി കുഷൻ റെസ്റ്റോറന്റും ആരംഭിക്കുന്നുണ്ട്. വേറിട്ട സ്വാദുകളുടെ അനുഭവം നൽകുവാൻ കൂടി ലക്ഷ്യമിട്ടാണ് പുതിയ സ്ഥാപനത്തിന് തുടക്കമിടുന്നത്. സിഗ്നേച്ചർ ഡിഷുകൾക്കൊപ്പം ഇവന്റ് ആൻഡ് കാറ്ററിംഗ് സർവീസും സ്ഥാപനം ലഭ്യമാക്കും. മണ്ണാർക്കാട്ടുകാർക്ക് വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ വിഭവങ്ങളുടെ രുചി ഉറപ്പു നൽകാനാകുമെന്ന് റെസിഡൻസ് മാനേജർ ഹരികൃഷ്ണൻ പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം, ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ, സാംസ്കാരിക, വ്യാപാരി നേതാക്കളുടെയും ഒക്കെ സാന്നിധ്യത്തിലാണ് നാളെ ഈ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ എല്ലാ മണ്ണാർക്കാട്ടുകാരെയും ഹോട്ടൽ പാലാട്ട് റെസിഡൻസിന്റെയും അതുപോലെ ഷെഫ് പാലാട്ട്, അതായത് ആർട്ട് ഓഫ് ഫുഡ് എന്ന് പറയുന്ന വൈവിധ്യമാർന്ന ഭക്ഷണ വിഭവങ്ങൾ ടേസ്റ്റ് അല്ലേ, അതിന്റെ രുചി അറിയാൻ അല്ലെങ്കിൽ അതിന്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടി എല്ലാ നല്ലവരായ മണ്ണാർക്കാട്ടുകാരെയും ഞങ്ങൾ അതിലേക്ക് ക്ഷണിക്കുകയാണ്. ഉദ്ഘാടന വേളയിലേക്ക് എല്ലാവരെയും ആദ്യമായി ഞങ്ങൾ സ്വാഗതം ചെയ്തു. അപ്പൊ ഇതിൽ എടുത്തു പറയാനുള്ളത്, ഈ ഷെഫ് പാലാട്ട് എന്ന് പറയുന്ന ഈ റെസ്റ്റോറന്റിൽ ഒരുപാട് വൈവിധ്യങ്ങളായ രുചിക്കൂട്ടുകൾ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ, ഭക്ഷണ വിഭവങ്ങൾ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയ ഷെഫ്, അതുപോലെ മാനേജേഴ്സ് ആയ നല്ല ഒരു ടീമാണ് ഷെഫ് പാലാട്ടിലുള്ളത്. ജനപ്രതിനിധികൾ, രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് നിന്നുള്ളവർ, വ്യാപാരി നേതാക്കൾ തുടങ്ങിയവർ ഉദ്ഘാടന വേളയിൽ സാന്നിധ്യമാകും. UGS ഗ്രൂപ്പ് MD അജിത് പാലാട്ട്, UGS പ്രതിനിധികളായ അഭിലാഷ് പാലാട്ട്, K. ശ്യാംകുമാർ, ഷെബീർ അലി, ശാസ്ത പ്രസാദ്, ഷമീർ അലി, സോനു ശിവൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CCN മണ്ണാർക്കാട്. സംസ്ഥാന സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നയങ്ങൾക്കെതിരെ STU കളക്ടറേറ്റ് മാർച്ച് നടത്തി. മാർച്ച് STU സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് M. റഹ്മത്തുള്ള ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഇടതു സർക്കാർ ഭരണം സാമൂഹ്യവിരുദ്ധർ കൈയടക്കിയെന്ന് അഡ്വക്കേറ്റ് M. റഹ്മത്തുള്ള പറഞ്ഞു. തൊഴിലാളികൾക്ക് നൽകേണ്ട ആനുകൂല്യങ്ങൾ കുടിശ്ശിക സഹിതം കൊടുത്തു തീർക്കാൻ സർക്കാർ ബാധ്യസ്ഥരാണെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നയങ്ങൾക്കെതിരെ സംസ്ഥാന വ്യാപകമായി STU ജില്ലാ കേന്ദ്രങ്ങളിൽ നടത്തുന്ന പ്രതിഷേധ സംഗമത്തിന്റെ ഭാഗമായാണ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലപ്പുറം കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയത്. STU ജനറൽ സെക്രട്ടറി വല്ലാഞ്ചിറ അബ്ദുൽ മജീദ്, ദേശീയ സെക്രട്ടറി C. മുഹമ്മദ് റാഫി, സംസ്ഥാന ഭാരവാഹികളായ KT കുഞ്ഞാൻ, A. മുനീറ, ആദവനാട് മുഹമ്മദ് കുട്ടി, M. ഉമ്മർ, നസീമ ബീഗം എന്നിവർ സംസാരിച്ചു. CCN മലപ്പുറം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മക്കരപ്പറമ്പ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഗ്രീൻ സോളാർ ഷപ്പാൻ നിലാവ് എന്ന മെഗാ സംഗീത റിയാലിറ്റി ഷോ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. സെപ്റ്റംബർ 17 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1 മണി മുതൽ മക്കരപ്പറമ്പ് ഹെവൻസ് കൺവെൻഷൻ സെന്ററിലാണ് പരിപാടി നടക്കുക. സംസ്ഥാന തലത്തിൽ നിന്നുള്ള 250-ലധികം മത്സരാർത്ഥികൾ പങ്കെടുക്കുന്ന പ്രാഥമിക ഘട്ടത്തിൽ നിന്നും തെരഞ്ഞെടുത്ത 16 മത്സരാർത്ഥികൾ ഈ ഫൈനൽ റൗണ്ടിൽ പങ്കെടുക്കും. പ്രശസ്ത ഗായകരും ഇൻസ്ട്രുമെന്റൽ ആർട്ടിസ്റ്റുകളും പ്രൊഫഷണൽ ഡാൻസേഴ്സും ഉൾപ്പെടെ വിവിധ TV റിയാലിറ്റി ഷോകളിൽ കാണുന്നവർ മെഗാ ഷോയുടെ ഭാഗമാകും. കേരളത്തിൽ ഇത്തരത്തിൽ ആദ്യമായാണ് വ്യാപാരി സംഘടന ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് അക്രം ചുണ്ടയിൽ, സെക്രട്ടറി അനീസുദ്ദീൻ മുല്ലപ്പള്ളി, ട്രഷറർ V. മുഹമ്മദ് റിസ്വാൻ, ഫാറൂഖ് സിഞ്ചു, ഷബീർ വടക്കാങ്ങര എന്നിവർ പങ്കെടുത്തു. CCN മലപ്പുറം.
ഓണത്തെ വരവേൽക്കാൻ പെരിന്തൽമണ്ണ നഗരസഭയിൽ കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഓണച്ചന്ത ആരംഭിച്ചു. പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡ് കോടതിപ്പടി പരിസരത്ത് ആരംഭിച്ച ചന്ത നഗരസഭാ ചെയർമാൻ പി ഷാജി ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും വളരെ ഉചിതമായി ആഘോഷിക്കുന്നതാണ്. മലയാളികളോടെ ഉണ്ടെങ്കിലും അവിടെയൊക്കെ വളരെ ആഹ്ലാദപൂർവ്വം ആഘോഷിക്കുന്ന ഒരു പരിപാടിയാണ് ഓണം. ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെ സഹായിക്കുന്നതിന് വേണ്ടി, അവരെ നല്ല രീതിയിൽ തന്നെ ഓണാഘോഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ എല്ലാ നിലയിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടമാണിത്. ആ സമയത്താണ് കുടുംബശ്രീയുടെ ഇത്തരം ചന്തകൾ സംസ്ഥാനത്താകെ നടന്നു വരുന്നത്. അതിലേറ്റവും മനോഹരമായ ചന്ത തന്നെയാണ് നമ്മുടെ പെരിന്തൽമണ്ണയിലെ കുടുംബശ്രീ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഈ ചന്ത ഒരുക്കുന്നതിന് നഗരസഭയ്ക്കും കുടുംബശ്രീക്കും വ്യക്തമായ ചില കാഴ്ചപ്പാടുകൾ. ഒന്ന്, ആളുകൾക്ക് ഏറ്റവും ഗുണനിലവാരമുള്ള വസ്തുക്കൾ വളരെ വില കുറഞ്ഞ് അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഒന്ന്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അമ്പിളി മനോജ് അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ കൃഷി ഓഫീസർ രജന വാസുദേവൻ സ്വാഗതം പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൗൺസിലർമാർ എന്നിവർ പങ്കെടുത്തു. ADC അംഗം ഹസൻ നന്ദിയും പറഞ്ഞു. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടിക്കുത്തിമല ഇക്കോ ടൂറിസം പദ്ധതി പ്രദേശത്ത് നിർമ്മിച്ച വ്യൂ ടവർ റോഡ് ഉദ്ഘാടനം ചെയ്തു. MLA നജീബ് കാന്തപുരത്തിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ ചിലവഴിച്ചാണ് റോഡ് നിർമ്മിച്ചത്. ഓണത്തോടനുബന്ധിച്ച് പെരിന്തൽമണ്ണ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും ശക്തമായ പോലീസ് പരിശോധന ഏർപ്പെടുത്തിയതായി പെരിന്തൽമണ്ണ DYSP സാജു K എബ്രഹാം. പൊതുയിടങ്ങളിൽ അനധികൃതമായ വാഹന പാർക്കിംഗ് അനുവദിക്കില്ല. കാണം വിറ്റും ഓണം ഉണ്ണാൻ മലയാളികൾ ഉത്രാടപ്പാച്ചിലേക്ക്. കാർഷിക സമൃദ്ധിയുടെ ഒളിമങ്ങാത്ത ഓർമ്മകളുമായി എത്തുന്ന ഓണനാളുകളിലെ സവിശേഷ ദിനമാണ് ഉത്രാടം. ഓരോ ഉത്രാടനാളും മലയാളികൾക്ക് സമ്മാനിക്കുന്നത് വ്യത്യസ്തമായ ആഘോഷത്തിന്റെ ഓണമാണ്. ഇതോടെ പ്രാദേശിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. Kims Al Shifa Super Speciality Hospital, പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. Mother Care Hospital, providing care with kindness.